MRC ഈഗിൾ. വന്ന് കേട്ടോ, വന്നേ. ജോക്കി വന്നാ? വന്നു. ജോക്കി ഇതാണോ ജോക്കി? ഏതാ? എക്സ്ട്രാ ഫണ്ട്സ് ആർഡർ ഫോർ കോ പ്ലെയർ. നമ്മുടെ $6000 ആട്ടോ മൊത്തത്തിലുള്ളത്. ഇത് ഞാൻ ഇവിടെ ഇതാ നമ്മുടെ കട. കേട്ടോ അറ്റ്ലീസ്റ്റ് വൺ മാൻ ചെക്കൗട്ട് വേണം കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്ന സാധനം വേണം. ചെക്കൗട്ട് റൈറ്റ് അത് മതിയോ? ഞാൻ എവിടെ എന്തൊക്കെ വെക്കുന്ന എവിടെയാ? ഹലോ നീ വന്നാ? ഓക്കെ ഞാൻ ലോബി ക്ലോസ് ചെയ്യുവാണേ. എന്ത് ചെയ്യും? ചെക്കൗട്ട് ടാബ് വെക്കുന്ന അല്ല ഈ ഞാൻ പറയട്ടെ, രണ്ടുപേരും ബില്ല്, രണ്ടുപേര് സാധനങ്ങളൊക്കെ ഇതേ ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കടാ. ഇവിടെയും കൂടെ ഒരു കൗണ്ടർ വെക്കടാ. കൗണ്ടർ വെക്കുന്ന എങ്ങനെ? ടാബ് വെക്കിട്ട് വെക്കുമ്പോ അതിൽ കാണിക്കണം. പക്ഷെ വേണ്ട, 2 പ്രൊഡക്റ്റ് മേടിക്കണം. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്കൗട്ട്. ഇല്ല, ഞാൻ ഒരെണ്ണോട് വെക്കാം. ഞാൻ വെച്ചോർണം. എവിടെ ജോക്കി വെച്ചോ? അതെങ്ങനെയാ വെക്കുന്നേ? ഇതെങ്ങനെ വെക്കുന്ന? എന്താണോ പൈസ സൗണ്ട് പറയാൻ കേൾക്കുന്നുണ്ട്. ജോക്കി 3 കൗണ്ടറായി. ജോക്കി ഒരു കൗണ്ടർ വേണ്ട, എന്തിനാണ്? എടാ 3 കൗണ്ടർ ഇരിക്കട്ടാ, 3 വഴിയില്ലേ? ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, വേണ്ട 3 കൗണ്ടർ വേണ്ട, ഒരു കൗണ്ടർ എടുത്തുകളാ. കൗണ്ടർ മാത്രം സാധനം മേടിക്കാൻ പൈസ വേണ്ട. $4500 ഉള്ളു കയ്യില്. അല്ല ഇതെങ്ങനെ അൺസിൽ ചെയ്യുന്ന എങ്ങനെ? അത് പോയി അതെങ്ങനെ വെച്ചത്? അത് ടാബ് എടുത്ത് ഡിലീറ്റ് മോഡ്. 2 മതി. 2 പൈസ പോയി കേട്ടോ. ലോബി ഒന്ന് അൺലോക്ക് ചെയ്തോ, ഞാൻ കേറിയില്ല. ലോബി അൺലോക്ക് ചെയ്യാനോ? ഞാൻ 2 പ്രൊഡക്ഷൻസ് മേടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് മുടിപ്പിച്ച് കട. ബൈ 2 പ്രൊഡക്ഷൻസ് ആൻഡ് ചെക്കൗട്ട് ആൻഡ് 2 ഷെൽഫ് വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ. ഇനി എന്തൊക്കെ? ബൈ 2 പ്രൊഡക്റ്റ് ഷെൽഫ് ആൻഡ് ചെക്കൗട്ട് ദ സ്റ്റോറേജ് ഷെൽഫ്. മേടിച്ചോ? സാധനം എടുത്ത് വെച്ചോ? പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം. ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം. എവിടെ ചെയ്യണ്ടേ? ബ്ലാക്ക് ബോർഡ്. എനിക്ക് അയ്യോ പ്രോഡക്റ്റ് ഓർഡർ ഇടിച്ചെങ്ങനെയാണ്? ജോക്കി ഞാൻ ഓർഡർ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. പ്രോഡക്റ്റ് ഓർഡർ. ഇതിനകത്ത് പ്രോഡക്റ്റ് ഒന്നും ഇല്ല. സൂപ്പർ മാർക്കറ്റ് എംപ്ലോയി ബൈ MD ബോക്സ്. ഇതെന്താ? പ്രോഡക്റ്റ് ഇല്ല ജോക്കി. വെക്കാം, നിങ്ങൾ ടെൻഷൻ ആവല്ലേ. പ്രോഡക്റ്റ് ഓർഡർ സൂപ്പർ മാർക്കറ്റിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അത് നമ്മൾ മാറ്റണം. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചേഞ്ച് നെയിം തക്കുടു സ്റ്റോഴ്സ്. നമുക്ക് ആകെ $5400 ഉള്ളു കേട്ടോ. ഇതെന്താ? ഞാൻ കാര്യം പറയട്ടെ, 2 ഷെൽഫ് അല്ല, നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് വെക്കണം. വാ, മിനിമം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഷെൽഫിലാണ് വെച്ച് പൈസ പോയി കടമുടിയും. ന്യൂ പ്ലെയർ ഇതാരാടാ കയറി വന്നേ? അതെ ഞാൻ തേജസ്. അല്ലല്ല ഇവിടെ ഇതാരോ കയറി വന്നടാ. അല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ബ്രോ ഒന്ന് ഇറങ്ങണേ ബ്രോ. എനിക്ക് കയറാൻ പറ്റുന്നില്ല. അന്നാ മുമ്പ് ഇവിടെ പ്രശ്നമായി. ഗോഗു ഇവിടെ നാട്ടുകാരൊക്കെ അടിച്ച് ഇവിടെ പ്രശ്നമായി. എടാ ഞാനേ 2-3 പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വരും. ഒന്നാമതെ പണിക്കാർ കൂടുതൽ, ഇവർക്കൊക്കെ ആര് ശമ്പളം കൊടുക്കും? അല്ല അവരവിടെ ഇരുന്നോളും, വരുമായിരിക്കും. ഇപ്പം ഹയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേച്ചി വരാ. എടാ ഇത് പ്രോഡക്റ്റ് എവിടെയാ മേടിക്കുന്നതെന്ന് അറിയോ? ഇതാണ് പ്രോഡക്റ്റ് ഓർഡർ. പ്രൊഡക്റ്റ് എടുക്കുക. ഇത് ഓപ്പൺ ആണോ കിടക്കുന്നത്? ഇത് ക്ലോസ് ആക്കാൻ പറ്റുമോ കട? പ്രോഡക്റ്റ് ഒന്നും ഇല്ലടാ പ്രോഡക്റ്റ് ഓർഡറിനകത്ത്. അതല്ലേ ഞാൻ പറയണേ. അണ്ണാ വെയിറ്റ്, ഇവിടെ കണ്ട ലെഫ്റ്റില് കണ്ട ഇവിടെ എവിടെ ഒരു ബോർഡ് കണ്ട.
ഇതില് നമ്മള് സാധനം എന്തൊക്കെ ഐറ്റംസിന്റെ ഇത് അൺലോക്ക് ആക്കണം. കണ്ട ഫുഡ് കണ്ട ഇതൊക്കെ അൺലോക്ക് ആക്കുമ്പോ ഇവിടെ പ്രൊഡക്റ്റിൽ വരും. ഏത് ഏത് നേരെ കാണുന്നതാണോ അതോ ഈ ലെഫ്റ്റ് കാണുന്നോ? ഫ്രാഞ്ചൈസ് പോയിന്റ് ഫ്രണ്ട് നേരെ മിഡിൽ ഫ്രാഞ്ചൈസി പോയിന്റ് 4 അവൈലബിൾ. അൺലോക്ക് പാസ്ത പെരുണ്ണി വാട്ടർ ബോട്ടിൽ. ആ ഓക്കെ ഓക്കെ. മറ്റേ ബർഗറൊക്കെ അൺലോക്ക് ആക്കും കേട്ടോ മുകളിലത്തെ സാധനം. അൺലോക്സ്. ആ ഇതിപ്പോ ഇവിടെ വന്നു തോന്നുന്നു കേട്ടാ. ആ വന്നു ബേസിക് പ്രോഡക്റ്റ്. ആ സാധനം കിട്ടിയേ. ഞാൻ ഓർഡർ ചെയ്യാൻ എല്ലാവരും ഓർഡർ ചെയ്യല്ലേ. മതി അത്രയും മതി ജോക്കി. നമുക്ക് ഇത് പോണ്. ഇതെല്ലാം വേണ്ട. വെള്ളം, ഹണി, അരി, ഉപ്പ്, പഞ്ചസാര. സാധനം ഓർഡർ ചെയ്തിട്ടോ. ഇപ്പൊ വരും. സാധനം വന്നേ. ഇവിടെ അവരെന്നായിട്ട് പിടിച്ചോണ്ട് വെച്ചാണ് ഓരോന്ന് കൊണ്ട് ഇറക്കി. ഇവിടെ ഇറക്കി. ക്യാഷ് തീർന്നോ? ക്യാഷ് തീർന്നില്ല. സ്ഥലമില്ല കേട്ടോ ഇത് എല്ലാം കൂടെ വെക്കാനായിട്ട്. ബോക്സ് ഇവിടെ സ്റ്റോറേജ് വെള്ളമല്ല ഒരു ചോദ്യം വെക്കണേ. ഇവിടെ ഷെൽഫ് എല്ലാം പണിയടാ. ഇവിടെ ഷെൽഫ് പണിയണം. ഹലോ ഇത് സീറോ. ഇത് വേസ്റ്റ് ബാസ്കറ്റ് കാണാ. ഇവിടെ വെളിയിൽ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് കണ്ടാ. ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. കണ്ടാ വെളിയിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ ഡസ്റ്റ്ബിൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ വില നിശ്ചയിക്കണ്ടേ? വിലയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൈസ് ആയിട്ടുള്ള ഇല്ല. മാർക്കറ്റ് പ്രൈസ് 2.5. നമ്മൾ കൊടുക്കുന്നത് 3.5 കിട്ടും. $1 ലാഭം വേണം ജോക്കി. അതാ പറഞ്ഞേ 3.5 എവിടുന്നോ എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോണ സൗണ്ടാണോ കേൾക്കുന്നത്? അതെ ഇതായില്ലല്ലോ. ദിക്ക് 3.5 രൂപയ്ക്കെങ്കിലും വിൽക്കണം, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഇത് ഗൈസ് ഇത് എങ്ങനെയാ ഓക്കെ കൊടുക്കുമെന്ന് എങ്ങനെയാടാ വില സെറ്റ് ചെയ്തിട്ട്? ഓക്കെ മൈനിങ്ങളെ ഞാൻ വല്ല പറയും കേട്ടാ. എടാ ഉപ്പ് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഉപ്പ് എത്ര രൂപ കിടക്കുന്ന ഇപ്പൊ? 45 സെന്റ് ജോക്കി. 40 സെന്റ് $1 ആക്കണം. പിന്നെ അല്ല 60 സെന്റ് ഉപ്പിനൊക്കെ ആര് വാങ്ങിക്കാനാ? ഒരു മാസം ഒരു ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കത്തില്ലയോ? $1 വിൽക്കാം. പിന്നെ വേണ്ടമാരില്ലേ ആരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പുറത്തെ കുറവായിരിക്കുവേ ജോക്കി. ഇപ്പൊ സ്റ്റോക്ക് നിറയുമ്പോ ജോക്കി കണ്ടോ? സ്റ്റോക്ക് നിറയുമ്പോ ഇവിടെ കടയുടെ മുമ്പില് ബഹളവും ആളും അനക്കവും നോക്കണം. അത് അത്രയ്ക്ക് നോക്കണം. റൈസിന് മാറ വില സെറ്റ് ചെയ്യട്ടെ. മാറ അരി $1 40 സെന്റ്. $2 നഷ്ടമോ? $2.5 വേണം. അരിയൊക്കെ എല്ലാവരും മേടിക്കും. കടയിൽ ആരും വരും തോന്നുന്നില്ല. ഗോക നാട്ടുകാരെ മൊത്തം അടിക്കുന്നുണ്ട് കടയിലോട്ട് വരുന്നത്. എടാ ഗോകു അടിക്കില്ലടാ അടിച്ചത് വരത്തില്ലടാ. എടാ പിന്നെന്താ താഴെ ഇരിക്കുന്നത്? എന്താ പാസ്ത. പാസ്തയൊക്കെ ആൾക്കാർക്ക് ഈ പാസ്ത മേടിക്കുന്നത് എങ്ങനത്തെ ആൾക്കാരാന്ന് അറിയോ ജോക്കി? ഈ അരി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാതെ മറ്റേ ധൃതിക്ക് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നവന്മാർ ഈ പാസ്തയൊക്കെ മേടിക്കുന്നത്. അവന്മാർക്ക് കുറച്ച് കൂട്ടിയിടണം. അവന്മാർക്ക് സമയം പോയാലും എത്ര ആണെങ്കിലും മേടിച്ചോളൂ. മനസ്സിലായേ? $10 കിട്ടാ ഒരു $2.5 വെക്കാം നമുക്ക്. അരിയും പാസ്ത ഒരേ റേറ്റാ? അല്ല, അരിയുടെ റേറ്റ് അല്ലാതെ കൂടുതലാണ്. ഇതിന് മാർക്കറ്റ് പ്രൈസ് 1.35 ഉള്ളൂ. പിന്നെ ഷുഗർ പഞ്ചസാരക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് നമുക്ക് 1.4 മാർക്കറ്റ് പ്രൈസ്. $2 കൊടുക്കാം. $2. ഇപ്പൊ കണ്ടോണേ ജോക്കി. ഇനി നോക്കിക്കോണം കടയിലേക്കുള്ള കുത്തൊഴുക്ക് കണ്ടോണേ. കട തുറക്കണ കട ക്ലോസാ. ഇത് കട എങ്ങനെ നോക്കും? മുട്ടൻ ഓഫർ. എല്ലാരും വിളിച്ചു കേട്ടി. ആദ്യത്തെ കസ്റ്റമർ ആണ്. നമ്മളൊരു കസ്റ്റമർ ചേട്ടാ. നല്ല എല്ലാത്തിനും നല്ല വിലക്കുറവുള്ളതാണ്. ഇഷ്ടമുള്ള സോഡ. ഗ്രീൻ ടീ സോഡയൊക്കെയാണ് വേണ്ടുന്നത് കേട്ടാ. ഗ്രീൻ ടീ സോഡ എന്തൊക്കെ വേണം മാഡം? ഫ്രിഡ്ജ് വാങ്ങിക്കില്ല. എടാ നമുക്ക് തണുത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ? അതെടുത്ത് വെക്ക്. എടാ ഈ കടയിൽ വരുന്നവർക്കൊന്നും സാധനങ്ങളില്ല വേണ്ട.
ജോക്കി എന്ത് ചെയ്യാൻ പറ്റും? എടേ ഈ ഉപ്പും അരിയും ഉപ്പ് കഴിക്കണത് റേഷൻ കടയാണോ ഇത്? ജോക്കി ഇതെന്താ ഫ്രീസർ? മാർക്കറ്റല്ലേടാ ഇത്? ഞാൻ ഒരു ഫ്രീസർ വെക്കാൻ പോവാണ് ഇവിടെ. അതിന് മേലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട്, അത് വെച്ചോ. ഇതാണ് സാധനം സാധനം മേടിച്ചിട്ട് വന്നേക്കുന്ന വൈദ്യുതി ആരും ഇല്ലേ കൊടുക്കാനോ? ജോക്കി ബില്ലടിച്ചു കൊടുക്കും വൈര്. ഒരു ഫ്രീസർ ഇതെന്താ ഇവക്ക് വേണ്ടത്? 15. ഓക്കെ ഒരു മിനിറ്റ്. ഷുഗർ ഫ്രീ സോഡ ഇതൊക്കെ എവിടെ ഓർഡർ ചെയ്യും? ഞാൻ സെറ്റ് ആക്കാം, എല്ലാം ഞാൻ ഇപ്പൊ സെറ്റ് ആക്കാം. വെയിറ്റ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കട തുടങ്ങിയതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2.5 ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ കിടക്കുന്നടാ. ഫ്രീസറിന്റെ മേലെയായിരുന്നു. ഡബിൾ ഫ്രിഡ്ജ്. ഇത് തന്നെ കാർഡ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് സ്വൈപ്പ് ചെയ്യുന്നേ? ഒരയ്ക്ക് കാലിടായിട്ട് ഉറച്ചാൽ മതി. ഇത് ഉറയ്ക്കാൻ സാധനം അല്ലാണ്ട് ആ സ്ക്രീനിൽ ടൈപ്പ് ചെയ്താൽ മതി. സ്ക്രീനിൽ ടൈപ്പ് ഇട്ടേ. എടാ ഈ ഫ്രിഡ്ജിനകത്ത് സോഡ വെക്കാൻ ആരില്ലേ? എനിക്ക് ഞാൻ സോഡ സ്റ്റോക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഗ്രീൻ ടീ, ലെമൺ ടീ, ചൂരെടുത്ത് തൂക്കുന്നുണ്ടാ ഫ്രണ്ട്. ബ്ലാക്ക് ടീ. നീ പുള്ളിക്ക് എന്തോ വേണ്ടി? ഓർഡർ ചെയ്തില്ലല്ലോ. ആരെല്ലാം മോട്ടിക്കോ നോക്കണ ജോക്കി, കടയിൽ നിന്ന് മോട്ടിക്കോട് പിന്നെ ഇല്ല മൊത്തം കാർഡ് പേയ്മെന്റ് ആ നീ. ആണോ? ഓക്കെ. കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണ്. എടാ കോളയൊന്നും ഇതിനകത്ത് ഇല്ലടാ. ഫ്രൂട്ടി യോഗട്ട്, ബട്ടർ. അത് അണ്ണ ആ മറ്റേ ഫ്രാഞ്ചൈസ് പോയിന്റ് വെച്ച് അൺലോക്ക് ആക്കണ. അതെടുത്തോ. മേളില് എവിടെ? മേളിൽ എവിടെ? കോള, എനർജി ഡ്രിങ്ക്. പക്ഷെ അതില്ല, ഫ്രാഞ്ചൈസി ഇല്ല നമുക്ക്. അത് കുറച്ച് സാധനം വിൽക്കണം. ആ കോള പാക്ക് കിട്ടി. ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. പ്രോഡക്റ്റ് ഓർഡർ. സോഡ ഡ്രിങ്ക്സ്. കോള, സോഡ. ഇതൊക്കെ ആരെങ്കിലും കുടിച്ചോ? മൂഞ്ചട്ട. സോഡ, കോള ബോട്ടിൽ, ഷുഗർ ഫ്രീ സോഡ, പ്രീമിയം സോഡ എല്ലാം മേടിച്ചിട്ടുണ്ട്. സാധനം വന്ന് വെളിയിൽ സ്റ്റോക്ക് വന്ന്. ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജ് ഉണ്ട്. വന്ന് അടുക്ക്. ഇവിടെ വന്ന് വിട്. അടുക്ക്. എന്താണ് സാർ വേണ്ടത്? ബേസ് പ്രൈസ് കൊടുക്കേണ്ടി വരും. പാല് എടാ ബേസ് പ്രൈസിൽ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഞാൻ ഒരാൾ ചെയ്യണോന്ന് പറഞ്ഞ നിങ്ങളെന്നാ സ്ഥാനം ഒന്ന് നിറച്ചേ. ഞാൻ അകത്തോട്ട് പോയി ചാനൽ വരട്ടെ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ മനുഷ്യന്. കോള 2.5 3 രൂപയ്ക്ക് മൂഞ്ചിയാ മതി നീയൊക്കെ. നമുക്കിത് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നേ? അതൊക്കെ സോഡ പാക്ക് എവിടെ കൊണ്ടുവെക്കും? സോഡ പാക്കൊക്കെ കടയിൽ കച്ചവടം ടപ്പടപ്പെന്ന് പോകുന്നുണ്ട് കേട്ടോ. പാലും ഉപ്പും പഞ്ചസാരയും. മാർക്കറ്റ് പ്രൈസ് $1. അപ്പൊ 2. ഇത് കാണുന്നില്ലല്ലോ. $1.5 സാധനം $2 വിൽക്കണം കേട്ടാ. അല്ലെങ്കിൽ കാര്യം നടക്കൂല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തില്ലേ? ഷെൽഫ് വേണം കേട്ടോ. ഷെൽഫ് വേണേ. ഷെൽഫ് വേണോ? ഷെൽഫില്ല നിറയ്ക്കാൻ. നീ എന്ത് ഏതൊരു കട്ടോണ്ട് ഓടിയതാണ് ഇവിടെ? അല്ലല്ല എടാ ഞാൻ ഈ ഇവിടെ നിന്ന് മുരടിക്കുവാന്നേ. ജോക്കി ഞാൻ കാര്യം പറയട്ടെ. ഭയങ്കര കച്ചവടം കേട്ടോ. 4 പേര് ഒന്നും എടുക്കാതെ പോണം. മാഡം എന്താണ് ഇവിടെ? എന്തെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് പറയാമോ? ഒരുത്തും പോയില്ലടാ ഇങ്ങോട്ട് റൈറ്റിൽ. ഇപ്പൊ കള്ളനാണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. പുള്ളി $7 പർച്ചേസ് ചെയ്ത് കേട്ടോ സാർ. എടാ നിങ്ങൾ ഈ ബോക്സ് ഹലോ കുട്ടി പേരെന്താ? ഷെൽഫ് വേണോ? വേണം. നിക്ക് ഷെൽഫ് മേടിച്ചു തരാം. എന്ത് ഷെൽഫാ വേണ്ടത്? പ്രോഡക്റ്റ് ഷെൽഫ്. കുറച്ച് വലിയ ഷെൽഫായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാണോ ഷാണ? ഓക്കെ എന്നാ ഒരു ഷെൽഫ് ഇവിടെ വെച്ച് തരാവേ. ഗേൾസ് മൊത്തം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആർക്കടെ കാർഡ് പേയ്മെന്റ് മാത്രം ആക്കാവോ? ഇത് ഭയങ്കര പരിപാടിയാട്ടോ. ചില്ലറ പൈസ എണ്ണി കൊടുക്കുന്നത്. 1 2 3 4. അടുത്ത ഷെൽഫ് വെച്ചിട്ടുണ്ട്. 2 ഷെൽഫ്. 45 40. ഇതിപ്പോ എന്തോ കൊണ്ട് വെച്ച് ഇതിനകത്ത്? ഇനി വീണ്ടും ആ സാധനം എടുത്തോണ്ട് വരണം. എന്തൊക്കെ ഉത്തരവാദിത്വം എനിക്ക്. ഇത് എത്ര? 1.8. ഇതിന് വലിയ ലാഭം വേണ്ട കേട്ടോ. അല്ല കോളയ്ക്ക് ലാഭം വേണം. എല്ലാവരും കോള കൂച്ചും. $2.5 ആക്കാം. എന്താണ് മാഡം സുഖമാണോ? അവള് നമുക്ക് പൈസ ഇടുന്നതിന് മുമ്പ് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. അത് ശരിയാ. ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ ആരെങ്കിലും. മാർക്കറ്റ് പ്രൈസ് $4. ഇതെന്താ ഡീകാഫ് സോഡ പാക്ക്? അപ്പൊ അത് $5 കൊടുക്കും. $1 ലാഭമാണ്. അല്ല $5 ഇരിക്കട്ടെ. അങ്ങനത്തെ മേടിച്ചാൽ മതി ഇവിടുന്ന്. എടാ വൻ കച്ചവടം കേട്ടോ. ഒട്ടും ലാഭം. ആ ഹലോ കുട്ടി ബോയ് ഫ്രണ്ടെ കാണാൻ പോവാണോ? എടാ വാസു മറ്റേ സ്റ്റോക്ക്
രണ്ട് പിള്ളേരൊന്ന് ചോദിച്ചു. ചോദിച്ചോ? പിന്നെ നോക്കട്ടെ, സാധനം കൊണ്ടോ നോക്കട്ടെ. ഇവിടെ അത് അൺലോക്ക് ആയിട്ടില്ല ജോക്കി നമുക്ക് ഇതുവരെ. ഒരു അപ്പൊ ഐ ഹാവ് നോട്ട് ഫൗണ്ട് ദിസ് ഡിൽഡോ എന്നൊക്കെ ഡിൽഡോന്ന് ഇവിടെ കിട്ടും. നോ ഫ്രാഞ്ചൈസി ബൈ സ്റ്റോറേജ് സ്പേസ്, ഷോ സ്പേസ്, ബൈ ഡിപ്പാർട്ട്മെന്റ്. ഓ വേറെ നമ്മൾ എന്താ വെക്കാത്ത? ഈ ചില്ലറ കൊണ്ടുവരുന്നവന്മാരെ എന്തിരി ചെയ്യണം? എടാ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിൽ എടുത്തു വെച്ചോ. വാ വാ, വെരി വെരി ഞാൻ പയ്യ ഫാസ്റ്റ് തന്നെയാണ്. മണിക്ക് റിട്ടേൺ 14, 10, 1, 2, 3, 4. ഇവൻ എന്താ വേണ്ടുന്നേ? ഐ ഹാവിന്റെ ഫോണ്ട് പെപ്പർമിന്റ് ലെമൺ ടീ. ചായക്കടയാ സൂപ്പർ മാർക്കറ്റ്, ഡയറി പ്രോഡക്റ്റ്, കാർഡ് തരണേ സാർ. ഇവിടെ ചീസ്, ഗുരുവായൂർ ചീസാ, ഗുരുവായൂർ ചീസാ, സ്കിംഡ് ചീസ്, മിൽക്ക്, യോഗട്ട്, ഫ്രൂട്ട്, ബട്ടർ, ചീസ്. പാർമേൽ ജാനു മോനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോടി രൂപയുടെ സാധനം വെളിയിൽ വന്നേ, ഒന്ന് എടുത്തോണ്ട് വരണേ. ആരെങ്കിലും ഒന്ന് വരണേ. എടുത്തോണ്ട് വരണേ. 1 കോടി രൂപയുടെ സാധനം ഉണ്ടേ. ഒരു ചേച്ചി വന്നിട്ട് ഒരു 9 രൂപയുടെ സാധനം വാങ്ങി. റോങ് കണ്ടെയ്നർ. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റത്തില്ല. റോങ് കണ്ടെയ്നർ ടൈപ്പ് ഫോർ ദിസ് പ്രോഡക്റ്റ്. അപ്പൊ വേറെ പൈസ ഇതെങ്ങനെ താഴെ ഇടും? ഇതെങ്ങനെ താഴെ വെക്കും? അതറിഞ്ഞൂടാ. എടാ പൈസ കുറച്ച് കൂടി അടിച്ചത് എങ്ങനെയാടാ ബാക്ക് അടിക്കുന്നേ? ആ എടാ ഇവിടെ സ്റ്റോറേജ് ബോക്സ് കൊണ്ട് വെക്കണം. ഇവിടെ സ്റ്റോറേജ് ബോക്സ് ഫയർ ബട്ടൺ നമുക്ക് ഫ്രീസർ വേണം കേട്ടോ. ഫ്രീസർ ഉണ്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ ഇവിടെ ഒരു ഫ്രീസർ വെക്കാം. കട ഇത്ര പന്തലിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് വെക്കണ്ടേ? ഷെൽഫി വെക്കണ്ടേ? സ്റ്റാറ്റിക് ഫ്രീസർ 2 കിലോ വാട്ട്. ഇവിടെ 2 രൂപയുടെ സാധനം മേടിച്ച 50 രൂപ ഇനി ചില്ലറ പൈസ എണ്ണി കൊടുക്കണേ ഇനി. 4. സാർ താങ്ക് യു സാർ, താങ്ക് യു. എടാ ഇത് കാർഡ് പേയ്മെന്റ് മാത്രം ആക്കണേ സാർ. ദൈവത്തെ ഓർത്ത് കാർഡ് തരണേ. ഈ ചില്ലറ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമില്ല. കാശ് പോയി നല്ല കളിയുണ്ടായിരുന്നു. എടാ ഈ കിണിങ് കിണിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കടയിലോട്ടുള്ള വരവല്ലേ, പോക്കല്ലല്ലോ. വരവാ അതറിഞ്ഞാ മതി കേട്ടോ എനിക്ക്. ഭയങ്കര വരവാണ്. 12. ഓ 1200 രൂപ തിരിച്ചു ഞാൻ കൊടുത്തേനവന്. അണ്ണ ഷെൽഫി വെക്കുക. എടാ ഇവിടോട്ട് വാ, ഇതോട്ട് കയറ്റി വെക്കുക. എടാ ഇവിടെ ഡ്രിങ്ക്സ് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഡ്രിങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഫ്രീസർ അല്ല കേട്ടോ ജോക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, 500 രൂപയുടെ ഉള്ളു ഇനി കയ്യില്. അതാ പറഞ്ഞേ, കാശ് പോയി. 2 ഫ്രീസ്. ഈ ഫ്രീസർ തിരിച്ച് ഫ്രിഡ്ജാണോ വെക്കണ്ടേ? എനിക്ക് തലവേന അണ്ണ കടയിൽ നല്ല കച്ചവടം, പക്ഷെ പൈസ കുറഞ്ഞു. എടാ ആരടാ കൗണ്ടർ ചെയ്ത് പൈസ എടുക്കണേ? ആരും കൗണ്ടർ ചെയ്ത് പൈസ എടുക്കലടാ. കഷ്ടപ്പെട്ട മാറാ പോകൂ. വോൾ ഷെൽഫ്, പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്. കളയാലോ നീ ഇവിടെ കയറ്റി വെക്ക്. സ്ത്രീയെ കാർഡ് തരുമോ? കാർഡ് ഈ പൈസ ഇങ്ങനെ താഴെ വെക്കാൻ പറ്റില്ല എനിക്ക്. 5, 1, 6, 7, 8, F അടിച്ചു നോക്കി. 35, 35, നീ അതൊന്ന് എടുത്തേ. ഇതെടുത്തേ, ഞാൻ വഴി ഉണ്ടാക്കാം. വെയിറ്റ്, അതെടുക്കേ, അതെടുക്കേ. മുമ്പ് ഈ സാധനം $6 ഒരു പട്ട് പോലും മേടിക്കണില്ല കേട്ടാ. അണ്ണ ഇമാർക്ക് അരിമണി ഒന്നും വേണ്ട, ഇമാർ ചീസ് മതി. ഇവിടുന്ന് ഷെൽഫോൺ കൂടി പോയി. ഹലോ എടാ, ഇവിടുന്ന് ആരോ ഒരു ഷെൽഫോൺ പോയി. എടാ ഇത് എന്താടാ ഇതൊക്കെ കട നോക്കുന്നത് നിങ്ങള്? നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ? ആരും കൊണ്ടിട്ട് പോയി. ഇവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇവിടെ ഷെൽഫില്ലായിരുന്നോ? പകൽക്കൊള്ളയായി അണ്ണാ. ഇതാണെങ്കിൽ കാൽക്കുലേറ്റർ സിമുലേറ്റർ ആടാ ഇത്. ജോക്കി 700 രൂപ ഇല്ല വെച്ചില്ല ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെ ഓക്കെ. ഞാൻ ഓർത്ത് അതോടെ കൊണ്ടുപോയത്. ചീസ് അവിടെ കൊണ്ടുപോകുമല്ലോ. എടാ ചീസൊക്കെ വെക്കാൻ ഫ്രിഡ്ജ് വേണോടാ. ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വിൽക്കണം. നമ്മള് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ കേട്ടാ. അണ്ണു വല്ല നടക്കും. അണ്ണു ജോക്കി എന്തെങ്കിലും പറക്കി വിറ്റേ ചേട്ടാ. കുറച്ചുകൂടെ എന്തെങ്കിലും മേടിക്കുക. ഓഫർ ഇട്ടാലും എന്തെങ്കിലും. ജോക്കി എന്ത് ഏറ്റവും കൂടുതൽ സാധനം പോണേ എന്തോന്ന് പറഞ്ഞു? ഏറ്റവും കൂടുതൽ സാധനം കുടിക്കുന്ന സാധനം. കുടിക്കുന്ന എന്തോ പോണേ സാധനം കോളയും ടിഷ്യൂ ആണ്. ടിഷ്യൂ ഇല്ലല്ലോ, കോളയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കോള നല്ല കോളക്ക് സെയിൽ വെച്ച ഞാൻ കോളക്ക് $2 വിറ്റത് $3 അടിച്ചു വെച്ചാ. വെണ്ണാമണിയാ നീ. ഒരു പടി അറിയാത്ത കുറെ സ്റ്റാഫും. സത്യം
ഉള്ള വിറ്റുകൊണ്ട് പൈസ കൊണ്ടെടുത്തോ രണ്ടു. ഇവിടെ മറ്റേ അയ്യോ, ചില്ല. ചില്ലറക്കാൻ വല്ല വഴിയുണ്ടോ മറ്റേ അയ്യോ, സാധനം? അണ്ണ ചില്ലറ കൊടുത്ത മാറിപ്പോയി. ചില്ലറ അല്ല, കൊടുത്താ- 3 ഡോളർ 14 രൂപ എടുത്ത്. വേറെന്താ വിറ്റു? സാധനം തരുമ്പോ സ്റ്റോർ ചെയ്യണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് കോള സ്റ്റോക്ക് എടുക്കാം. കോളയും മറ്റേ ഇത് കോളയും അതിന്റെ അടിയിൽ എന്തായിരുന്നു ഇരുന്നേ? എടാ കോള നല്ല രീതിക്കുണ്ട്. കോള തീർന്നു കോള എടുക്കട്ടെ കോള മാറി ഞാൻ കോള സ്റ്റോക്ക് ഇടുവാണേ, കൊണ്ട് നിറക്കണേ. സോഡ ഡ്രിങ്ക്സ്, കോള പാക്ക്. ആ സോഡ ബോട്ട് ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഈ മറാമ എന്ത് പാടെ ഇത് കോള ഷുഗർ ഫ്രീ സോഡ ഇല്ല. സാധനം ഷുഗർ ഫ്രീ സോഡ ഇല്ല. എന്താണ് മാം സുഖമാണോ? എടാ ഷെൽഫ് മാറിപ്പോലെ, ഇവിടെ കോളയാണേ. റോങ് കണ്ടെയ്നർ, സാധനം മാറിപ്പോയി കേട്ടാ. വീണ്ടും ഡെഡ് സ്റ്റോക്ക്. എന്താടാ നിങ്ങളൊക്കെ കാണിക്കുന്നേ? കോളയ്ക്ക് വരെ കോള പാക്ക് എന്തോ മേടിച്ച് പൊക്കാപുളയോ ഇത് എന്തിന് ഇവിടെ ഒരു ഷെൽഫ് കൂടെ പണി കൂടെ ആരെങ്കിലും ഇവിടെ ഒന്ന് നിലത്ത് വെച്ചിട്ട് ഒരു ഷെൽഫ് പണിതാടാ ഗോകു. പറ്റൂല. നമ്മളെ ബില്ലടിക്കാൻ തിരക്കുന്നുണ്ട്. ആടെ കട കൂട്ടിയാലെന്നാ? എടാ കട കുറച്ചു നേരത്തേക്ക് പൂട്ടോ, ഇത് കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇത് എന്തോ ഇത് വന്ന് പാലും പഴവും അമൃതവും തേനും. എംടി ബോക്സ് അല്ലേ ഇതിൽ കിടക്കണേ? എംടി ബോക്സ് ഇതിനുള്ളിൽ വെച്ചാ കട പൂട്ടാ. അണ്ണോ, ഇത് ഇത് സീറോയാ. അത് സീറോ. അത് ആരല്ലോ മന്ദാര ഒന്ന് വന്നടാ, കൗണ്ടറിൽ നിന്ന് വന്നടാ. ഇതൊന്നും എടുത്തടാ ഈ സീറോ. അല്ല, ഈ ചേച്ചിക്ക് കൂടെ അടിച്ചു കൊടുക്കട്ടെ. ആ എടാ എഫിനൊക്കെ മതിയടാ, എഫിനൊക്കെ താഴെടാ മണ്ടൻ. നേരത്തെ പറയണ്ടേ? ചേച്ചി കട അടക്കട്ടെ. കട കുറച്ച് നേരത്തേക്ക് അടച്ചോ കേട്ടോടാ. ഞാൻ ആരും അറിയാതെ ഒരു അപ്പൂപ്പനെ ക്രെഡിറ്റ് കാർഡിന് ഒരു $2 എക്സ്ട്രാ വെച്ചു കേട്ടോ. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നാളെ മുട്ട കേട്ടാ നോക്കി. ക്രെഡിറ്റ് കാർഡ് $10 മതി അടിച്ചുകൂടാ. ക്രെഡിറ്റ് കാർഡ് ഇവിടെ ഫ്രിഡ്ജ്. ഞാൻ ഓർത്ത് ഫ്രിഡ്ജ് പോയെന്ന്. ജോക്കി 700 നിക്ക് നമ്മളൊന്ന് റിലാക്സ് ആയേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോഡ ഡ്രിങ്ക്സ്, ഇതിനകത്ത് കോള ബോട്ടില്. ഇതായിരുന്നല്ലോ നമുക്ക്, ഏതായിരുന്നു നമുക്ക് കൂടുതൽ ചെലവുണ്ടായിരുന്നു? സോഡ ബോട്ടില് ഇതല്ലേ? കോള ബോട്ടിൽ. കോള ബോട്ടിലാണ്. എടാ വെളിയിലൊരു കോള ബോട്ടിൽ വന്നിട്ടുണ്ടാ. അതൊന്നും അകത്തോട്ട് വെച്ചതാ. ഈ ഷെൽഫിലെടുക്ക് കോള എടുക്ക്. അതല്ലേ ഷുഗർ ഫ്രീ ആയിരുന്നു, ഞാൻ പറയണേ കേൾക്കുള്ളല്ലേ. സാറേ അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോവാൻ എന്റെ പൊന്നമ്മച്ചി കൈ കുട്ടി കാണാൻ കൊള്ളാട്ടോ. ഈ അത് നിറച്ചല്ലേ അതിനകത്ത്? പിന്നെ മാറണോ? എടാ എന്തേലും ഒന്ന് സെയിൽ ഇടറേ. ഇല്ല, അതിനകത്ത് വെച്ചോ. എന്തിനാ മാറ്റണേ? താഴെ അതിന് $1 മേളില് $3. അപ്പൊ കാർഡ് പേയ്മെന്റ് എന്തേലും സ്പെഷ്യൽ ഓഫർ വല്ലതും കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി കടക്കാരൊക്കെ പൂട്ടിയാണോ? നമ്മള് മാത്രം. എടാ ഈകളെ നമ്മള് കുറച്ചു നേരമായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ജോക്കി ഞാൻ ഒരു കട മുടിഞ്ഞ് ഇത് എല്ലാം അടിച്ചിറക്കുമാരൊക്കെ കട എവിടെ കട അടക്കുന്നത്? ഇതെവിടെ കട അടക്കുന്ന? ഓഫ് പോയി ഓഫിനെ കട ഓഫ്. ഇത് എടുക്കാൻ പറ്റൂലേ? ഇവിടെ വണ്ണ അവിടെ ഓഫ് ആക്കാൻ പറ്റൂ. കടയൊക്കെ അടിച്ച് പോകണ്ട. ബില്ലൊന്നുമില്ല, പോ കട അടച്ചു. കട അടച്ചില്ലടാ. അടച്ചില്ലേ? ഇത് അടക്കാൻ പറ്റില്ല. എൻഡ് ഓഫ് ഡേ. ഞാൻ കൊറേ പേരെ അടിച്ചോ. ടോട്ടൽ കസ്റ്റമേഴ്സ് 100. 25 പേര് സാധനം കിട്ടാതെ പോയി. വില കൂടുതലാന്ന് പറഞ്ഞ ഒരുത്തം പോയി. മോഷണം നടന്നിട്ടില്ല, കംപ്ലൈന്റുകളില്ല. ഫ്രാഞ്ചൈസി ലെവല് 7 ആയി. നമ്മുടെ ഇൻകം $4639. മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ് 0. അത് കുഴപ്പമില്ല, നമ്മള് മോശം നടന്നില്ല. ബോട്ട് പ്രോഡക്റ്റ് കോസ്റ്റ്, അതായത് ഏകദേശം മൊത്തം ഇൻകം 4600 വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു 2,14,075 രൂപയുടെ സാധനം മേടിച്ച്. എടാ 2140 സെൻസ്. അങ്ങനെയാണോ? അത് ഡോട്ടാണോ? അത് കോമയല്ലേ അത്? ആ ഡേ ബാലൻസ് 5201 രൂപ. എങ്ങനെ നോക്കിയാലും ലാഭം. എടാ 4639 ഇൻകം, അതിൽ നിന്ന് 2140 പോയി. പിന്നെ ഒരു -7700. 7 2 9 -4600 -5201.
ജോക്കി ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഈ രാത്രിയിലൊക്കെ വെള്ളം അടിച്ചിട്ടിരുന്ന് ബിസിനസ് പ്ലാൻ പറയുന്ന ചങ്കിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ പോണത്. മനസ്സിലായോ? നമ്മൾ ഓവറായിട്ട് സാധനം ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ്, മനസ്സിലായോ? സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുവല്ലേ, ഇത് ബ്രേക്ക് ഇവൻ ആകും നാളെ. സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിടുത്തമില്ല. മര്യാദയ്ക്ക് പ്ലാൻ ചെയ്യണം നീ. നമ്മളിപ്പോ കൊറേ സാധനം ഇറക്കിയില്ല, ഇപ്പൊ നാളെ വിറ്റ് പോകണ്ടേ? നാളെ വിറ്റ് പോകുന്നേ, ഇതൊന്നും പോത്തില്ലേ ഇത്? Trust ഇപ്പൊ എന്ത് ചെയ്യും? ഹലോ? continue. ആ മഞ്ഞ് പെയ്ത്